ഇന്നത്തെ ഏറ്റവും പുതിയ മാർക്കോ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ മാർക്കോ ആ സിനിമയുടെ 18 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ സിനിമയുടെ മൂന്നാമത്തെ തിങ്കളാഴ്ച ആയിരുന്നല്ലോ. ഇപ്പോഴത്തെ മൂന്നാമത്തെ തിങ്കളാഴ്ചയിൽ ഇത് ഉൾപ്പെടെയുള്ള കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 100 കോടി കളക്ഷൻ പോസ്റ്റർ ഞായറാഴ്ച പുറത്തു വന്നെങ്കിലും ഞായറാഴ്ച വരെയുള്ള 17 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 91 കോടി 1 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോഴത്തെ ഇന്നലത്തെ 18-ാം ദിവസത്തെ ഉൾപ്പെടെയുള്ള കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 1,75 ലക്ഷം രൂപ മാർക്കോ നേടിയെടുത്തു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സിനിമയുടെ ആകെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 93 കോടിക്കടുത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ 100 കോടി ലക്ഷ്യം വെച്ച് മാർക്കോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളോടെ തന്നെ സിനിമ 100 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ, കളക്ഷനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഇനി മാർക്കോയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ OTT റൈറ്റ്സിനെ കുറിച്ചുള്ള OTT റിലീസുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ രാത്രിയോടെ സിനിമയുടെ നിർമ്മാതാക്കളുടെ കമ്പനി പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റൂമേഴ്സ് പ്രചരിച്ചിരുന്നുവല്ലോ. വൻതുകയ്ക്ക് സിനിമയുടെ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ചില പോസ്റ്റുകളും കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വരുമ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോമുമായിട്ടും ഇതിനോടകം തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. ഒരു OTT പ്ലാറ്റ്ഫോമും സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടില്ല എന്നൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് സിനിമയുടെ നിർമ്മാണ കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ തന്നെ കണ്ട് ആസ്വദിക്കുമെന്ന് കൂടി കമ്പനി ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ OTT റിലീസ് ഉടനൊന്നും തന്നെ ഇല്ല എന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകളിൽ ഉണ്ടായതാണ്. അപ്പോൾ കാത്തിരിക്കാം മാർക്കോ എന്ന സിനിമയുടെ കൂടുതൽ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക്.